ഫ്രണ്ട്സ്, ഇതേ നമുക്ക് അസൽ പോത്തിറച്ചി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഉപ്പിലിട്ട പോത്തിറച്ചിയാക്കി മാറ്റിയാൽ അതിനാവശ്യത്തിനുള്ള പോത്തിറച്ചി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ സവാളയിൽ ഇതേപോലെ നീളത്തിന് അരിഞ്ഞത്, പിന്നെ ചെറിയുള്ളി വേണമെന്നുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. എല്ലാവരും അങ്ങനെ ചെറിയുള്ളി ഇടൂലേ, ഞങ്ങൾ ഇഷ്ടമുള്ള കാരണം ഇടുന്നതെന്നുള്ളൂ. പിന്നെ നമ്മൾ പച്ചമുളക്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇടുന്നത് കുരുമുളക് പൊടി കേട്ടോ. എത്രയും പൊടിയെല്ലാം ഇടുവോളെ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് പച്ച വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഞകിടി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കൂട്ടം ഞാൻ മറന്നുപോയി, അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടാൻ മറന്നേ. അത് മറക്കാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ അത് മിക്സ് ചെയ്ത് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനെ വേവിച്ചെടുക്കാം. ഒരു 7-8 ഫീസിൽ കേൾക്കുമ്പോൾ തന്നെ സംഭവം വെന്ത് സെറ്റായിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ, ഉപ്പിലിട്ട പോത്തിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പുട്ടിൻ്റെ കൂടെ കഴിക്കാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നീർദോശയുടെ കൂടെ അല്ലെങ്കിൽ പത്തിരിയോ രൊട്ടി അങ്ങനെയുള്ള സാധനങ്ങളോടെ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം. അപ്പോൾ ഇവിടെ ഇന്ന് എന്താണ് നീർദോശയായിരുന്നു. അത് കാരണം നീർദോശേൻ്റെ കൂടെയാണ് ഞങ്ങളിത് കഴിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കുറച്ച് കറി എടുക്കുക, നീർദോശയിലേക്ക് ഒഴിക്കുക, പിന്നെ കൂട്ടി കുഴച്ച് അങ്ങോട്ട് ഒരു പിടി പിടിക്കുക. മക്കൾ വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പം പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേ കുട്ടാപ്പി കഴിച്ച് നോക്കിയിട്ടുണ്ട്, ഓന് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയുള്ളൂ. ടാറ്റാ ബൈ.